നമസ്കാരം, ഏബിളിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GSTR4, അതായത് കോമ്പോസിഷൻ ഡീലർ ഫയൽ ചെയ്യുന്ന GSTR4ന് ലേറ്റ് ഫീ ഉണ്ടോ, ലേറ്റ് ഫീ ഉണ്ടെങ്കിൽ എത്രയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ CGST ആക്ടിൻ്റെ സെക്ഷൻ 47 പോയി കഴിഞ്ഞാൽ കാണാം ലെവി ഓഫ് ലേറ്റ് ഫീ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൽ 47(1) പറയുന്നുണ്ട്, എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ ഫെയിൽസ് ടു ഫർണിഷ് റിട്ടേൺ ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് അണ്ടർ സെക്ഷൻ 37 ഓർ 39 ഓർ 45 ഓർ 52 എന്നുള്ള പീരീഡിൽ റിട്ടേൺ എന്നുള്ള സെക്ഷൻ പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയവരെ, വൈകിയവരെ എന്തടയ്ക്കണം? ഷാൽ പേ ലേറ്റ് ഫീ ഓഫ് 100 rupees ഫോർ എവരി ഡേ. അപ്പോൾ ഒരു ദിവസത്തേക്ക് 100 രൂപ വെച്ച് CGST. അപ്പോൾ 100 രൂപ CGST എന്ന് പറയുമ്പോൾ 100 രൂപ SGST കൂടി ഉണ്ടാവും. മാക്സിമം 5000 rupees. അപ്പോൾ 5000 + 5000 10,000. അങ്ങനെയാണ് ഇവിടെ നമ്മൾ കാണുക. ഓക്കെ, അപ്പോൾ സെക്ഷൻ 47 പ്രകാരം ദർ ഈസ് എ ലേറ്റ് ഫീ ഫോർ ഡിലേ ഇൻ ഫയലിംഗ് GSTR4. ഓക്കെ, യെസ്. പക്ഷേ ഇത്രയും ലേറ്റ് ഫീ നമുക്ക് വരില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്ഷൻ 128 പോയി നോക്കുകയാണെങ്കിൽ, സെക്ഷൻ 128 നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ ഗവൺമെന്റിന് പവർ കൊടുത്തിട്ടുണ്ട് ലേറ്റ് ഫീ വേവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. സെക്ഷൻ 128 ആണ് അതിനെപ്പറ്റി പറയുന്നത്. 128, പവർ ടു വേവ് പെനാൽറ്റി ഓർ ഫീ ഓർ ബോത്ത്. അപ്പോൾ ഈ സെക്ഷൻ 128 പ്രകാരം ഗവൺമെന്റിന് പവർ ഉണ്ട്. ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ വേവ് ഇൻ ഫുൾ ഓർ പാർട്ട് എനി പെനാൽറ്റി ഓർ എനി ലേറ്റ് ഫീ റെഫേർഡ് ടു ഇൻ സെക്ഷൻ 47. ലേറ്റ് ഫീ ഒഴിവാക്കി കൊടുക്കാനായിട്ട് ഗവൺമെന്റിന് പവർ ഉണ്ട്. എങ്ങനെയാണ് അവർ ഇഷ്യൂ ചെയ്യുക? ബൈ ഇഷ്യൂയിങ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ പവർ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ 73/2017. അതിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? അവര് ലേറ്റ് ഫീ ഫോർ GSTR4 ഡിലേ വരുത്തി കഴിഞ്ഞാൽ അവര് ഒഴിവ് കൊടുക്കുകയാണ്. എന്തിന്? ലേറ്റ് ഫീ വിച്ച് ഈസ് ഇൻ എക്സസ് ഓഫ് എൻ എമൗണ്ട് ഓഫ് 25 rupees. 25 rupees ഫോർ എവറി ഡേ. അപ്പോൾ ഒരു ദിവസത്തേക്ക് 25 രൂപയ്ക്ക് മേലെയുള്ളതിന് ഒഴിവ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 25 രൂപ എന്ന് പറയുമ്പോൾ 25 രൂപ CGST, 25 രൂപ SGST, അപ്പോൾ ടോട്ടൽ 50 rupees. അപ്പോൾ ഒരു ദിവസത്തേക്ക് ടോട്ടൽ ലേറ്റ് ഫീ 50 rupeesന് മേലെയുള്ളതിന് ഒഴിവ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ഫീ ഒരു ദിവസത്തേക്ക് 50 രൂപയാണ് ആകെ വരുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഓക്കെ, ഇനി പലർക്കും കോമ്പോസിഷൻ റിട്ടേൺ ചിലപ്പോൾ നിൽ റിട്ടേൺ ആയിരിക്കും. GSTR4 ചിലപ്പോൾ നിൽ റിട്ടേൺ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യുക? അത് ഈ പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട്. വേർ ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ഇൻ ലിeu ഓഫ് സെൻട്രൽ ടാക്സ് ഇൻ ദ സെഡ് റിട്ടേൺ ടാക്സ് നില്ലാണെങ്കിൽ, അതായത് നിൽ റിട്ടേൺ ആണെങ്കിൽ ലേറ്റ് ഫീ എത്രയായിരിക്കും? ഷാൽ സ്റ്റാൻഡ് വേവ്ഡ് ടു ദ എക്സ്റ്റെൻറ്റ് വിച്ച് ഈസ് ഇൻ എക്സസ് ഓഫ് 10 rupees പെർ ഡേ, 10 rupees ഫോർ എവറി ഡേ. അപ്പോൾ ഒരു ദിവസത്തേക്ക് 10 രൂപ വെച്ച് വരും. അപ്പോൾ 10 രൂപ CGST, 10 രൂപ SGST, അപ്പോൾ മൊത്തം 20 രൂപ പെർ ഡേ. ഓക്കെ, നിൽ റിട്ടേൺ ആണെങ്കിൽ. ഓക്കെ, ഇതാണ് നമുക്ക് ലേറ്റ് ഫീ വരുന്നത്. പക്ഷേ നമുക്ക് ഒരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. ഇത് ഒരു ദിവസത്തെ ലേറ്റ് ഫീ ആണ്. അത് മാക്സിമം എത്ര വരെ ആവാം എന്നും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നിൽ റിട്ടേൺ ആണെങ്കിൽ 10 + 10 20, ടാക്സ് ഉള്ളതാണെങ്കിൽ നിൽ റിട്ടേൺ അല്ലെങ്കിൽ 25 + 25 50. അതാണ് പെർ ഡേക്ക് വരുന്നത്. അതിനുശേഷം ഇത് മാക്സിമം എത്ര വരെ ആവാം? ഇപ്പോൾ ഒരു ദിവസത്തേക്കാണെങ്കിൽ അത്ര പൈസ അടച്ചാൽ മതി. പക്ഷേ ഒരു 2 മാസമോ 3 മാസമോ ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ലേറ്റ് ഫീ കണ്ടുപിടിക്കുക? അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, പ്രൊവൈഡഡ് ആൾസോ ദാറ്റ് the total amount of late fee
പേബിൾ അണ്ടർ 47 ഫോർ ഫിനാൻഷ്യൽ ഇയർ 22-23 ഓൺവേർഡ്സ്. അപ്പോൾ 21-22 ഫിനാൻഷ്യൽ ഇയർ മുതൽ ഉള്ള അപ്ലിക്കബിൾ ആവണ ലിമിറ്റാണ് പറയുന്നത്. മാക്സിമം ലിമിറ്റ് എത്ര വരെ ആവാം? അപ്പം നമ്മളിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ 23-24 അപ്പോൾ നമുക്കിത് ബാധകമാണ്. ഓക്കെ, അപ്പോൾ 21-22 മുതൽ എന്ന് പറഞ്ഞത് കൊണ്ട് 22-23-24 ഇത് ബാധകമാണ്. അപ്പോൾ 23-24 നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഡിലേ വരുത്തി എന്തുണ്ടാവും? ബൈ ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഫെയിൽ ടു ഫർണിഷ് ദ റിട്ടേൺ GSF ബൈ ഷാൽ സ്റ്റാൻഡ് വെയ്വ്ഡ്. ഒഴിവ് കൊടുക്കുകയാണ്. എത്രയ്ക്ക്? 250 റുപ്പീസ്. 250 രൂപ CGST, 250 രൂപ SGST. അങ്ങനെ മൊത്തം മാക്സിമം 500 രൂപ, 500 റുപ്പീസ്. എപ്പോ? ഇഫ് ദ ടാക്സ് പേയബിൾ ഈസ് നിൽ. അപ്പം നിൽ റിട്ടേൺ ആണെങ്കിൽ മാക്സിമം 500 രൂപ വരെ വരുള്ളൂ. ഇനി നിൽ റിട്ടേൺ അല്ലെങ്കിലോ? നോർമലി നിൽ റിട്ടേൺ ആവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 1000 റുപ്പീസ് പെർ 1000 റുപ്പീസ് ഫോർ CGST. അപ്പോൾ 1000 റുപ്പീസ് ഫോർ SGST. മൊത്തം 2000 റുപ്പീസ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലായി. എൻ്റെ സമ്മറി എന്താണ്? നിൽ റിട്ടേൺ ആണ് ഫയൽ ചെയ്യണമെങ്കിൽ ഒരു ദിവസത്തേക്ക് 20 രൂപയാണ് ടോട്ടൽ ലേറ്റ് ഫീ. അത് മാക്സിമം എത്ര വരെ ആവാം? 500 രൂപ വരെ ആവാം. അതേസമയം നിൽ റിട്ടേൺ അല്ല, ടാക്സ് ഉള്ളതാണെങ്കിൽ ഡെയിലി 50 റുപ്പീസ്, പക്ഷെ മാക്സിമം 2000 റുപ്പീസ് അത്ര വരെയാണ് വരിക. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.